നടുക്കിയ നന്ദൻകോട് കൂട്ടക്കൊല. പ്രതിക്ക് ജീവപര്യന്തം 15 ലക്ഷം രൂപ പിഴ. നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി കേടൽ ജെൻസൺ രാജയ്ക്ക് ജീവപര്യന്തവും 15 ലക്ഷം രൂപ പിഴയും. വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. ശിക്ഷാവിധിയിന്മേലുള്ള വാദം പൂർത്തിയായതിനു ശേഷമാണ് ജഡ്ജി കെ വിഷ്ണു വിധി പ്രസ്താവിച്ചത്. കേടൽ ജെൻസൺ രാജ കുറ്റക്കാരനാണെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. 4 കൊലപാതകവും വെവ്വേറെയാണ് കണക്കാക്കിയത്. വീട് തീവച്ച് നശിപ്പിച്ചതിന് 7 വർഷം കഠിന തടവും തെളിവ് നശിപ്പിക്കലിന് 5 വർഷം തടവും അനുഭവിക്കണം. 12 വർഷം ആദ്യ ശിക്ഷ അനുഭവിച്ച ശേഷം മാത്രമേ ജീവപര്യന്തം പരിഗണിക്കൂ. 30 വർഷത്തോളം കേടൽ ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ഓരോ കൊലപാതക കേസിനും 3 ലക്ഷം രൂപ വീതം പിഴ ഒടുക്കണം. വിധി തൃപ്തികരമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. 15 ലക്ഷം രൂപ ഒന്നാം സാക്ഷി ജോസിന് നൽകണം. കേടലിൻ്റെ അമ്മാവനാണ് ജോസ്. 2017 ഏപ്രിൽ 5, 6 തീയതികളിലാണ് മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും പ്രതി കൊലപ്പെടുത്തിയത്. 5-ാം തീയതി അമ്മ ഡോക്ടർ ജീൻ പത്മയാണ് കേടൽ ആദ്യം കൊലപ്പെടുത്തിയത്. കമ്പ്യൂട്ടർ ഗെയിം കാണിക്കാം എന്ന് പറഞ്ഞ് വീടിൻ്റെ മുകളിലെ മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയാണ് അമ്മയെ കൊലപ്പെടുത്തിയത്. അന്ന് വൈകിട്ട് തന്നെ പിതാവ് റിട്ടയർഡ് പ്രൊഫസർ രാജതങ്കം, സഹോദരി കരോലിൻ എന്നിവരെ സമാനമായി കൊലപ്പെടുത്തി. 6-ാം തീയതി ബന്ധുവായ ലളിത ജീനിനെയും കൊലപ്പെടുത്തി. ലളിതയ്ക്ക് കണ്ണ് കാണാൻ സാധിക്കില്ലായിരുന്നു. മൃതദേഹങ്ങൾ വീടിൻ്റെ 2-ാം നിലയിലുള്ള ബെഡ്റൂമിൽ സൂക്ഷിച്ചെന്നും പോലീസ് പറയുന്നു. 7-ാം തീയതി രാത്രി മൃതദേഹങ്ങൾ കത്തിക്കാനും കേടൽ ശ്രമിച്ചു. എന്നാൽ കേടലിൻ്റെ കൈക്ക് പൊള്ളലേറ്റതോടെ ആ ശ്രമം ഉപേക്ഷിച്ചു. പിറ്റേന്ന് വീണ്ടും മൃതദേഹങ്ങൾ കത്തിക്കാൻ ശ്രമം നടത്തി. ജീൻ, പത്മ, കരോലിൻ എന്നിവരുടെ ശരീരം പൂർണ്ണമായും കത്തി. വീട്ടിലേക്ക് തീ പടർന്നതോടെയാണ് ഞെട്ടിക്കുന്ന കൂട്ടക്കൊല പുറം ലോകം അറിയുന്നത്. ഇതോടെ മൃതദേഹങ്ങൾ ശുചിമുറിയിൽ ഉപേക്ഷിച്ചാണ് പ്രതി ചെന്നൈയിലേക്ക് മുങ്ങിയത്. ദിവസങ്ങൾക്ക് ശേഷം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേടൽ പിടിയിലാകുന്നത്. ആസ്ട്രൽ പ്രൊജക്ഷൻ അഥവാ ആത്മാവിനെ മോചിപ്പിക്കാനായിരുന്നു കൊലപാതകമെന്നാണ് കേടൽ ആദ്യം പോലീസുകാരോട് പറഞ്ഞത്. എന്നാൽ വിശദമായ ചോദ്യം ചെയ്യലിൽ ആസ്ട്രൽ പ്രൊജക്ഷനെക്കുറിച്ച് കേടലിന് ഒന്നും അറിയില്ലെന്ന് പോലീസ് ഉറപ്പിക്കുകയായിരുന്നു. പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ ബാല്യകാലത്ത് രക്ഷിതാക്കളിൽ നിന്നുണ്ടായ അവഗണനയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് കണ്ടെത്തി. കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി 4 പേരെയും കൊന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു.